നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം മുഴുവൻ സഹകരണ ബാങ്കുകളെയും തളർത്തുമെന്ന് മുസ്ലിം ലീഗ് നേതാവ് പി.കെ. കുഞ്ഞാലിക്കുട്ടി. പ്രതിസന്ധി സംബന്ധിച്ച് UDF സഹകാരികളുടെ യോഗം ചേരുമെന്നും കുഞ്ഞാലിക്കുട്ടി. പെട്രോൾ പമ്പ് സമരം പൂർണ്ണം. സമരത്തോടനുബന്ധിച്ച് കലക്ടറേറ്റ് ധർണയും മാർച്ചും നടന്നു. ആവശ്യങ്ങൾ അംഗീകരിക്കാത്ത പക്ഷം സമരം ശക്തമാക്കുമെന്ന് ദേവസ്യ മേച്ചേരി. ദേശീയപാത വികസനം, നഷ്ടപരിഹാരം ഇനിയും നൽകിയില്ല. സമരപരിപാടികളുമായി മുന്നോട്ടു പോവാൻ വ്യാപാരി വ്യവസായി സമിതി തീരുമാനം. വാർത്തകൾ വിശദമായി. സഹകരണ മേഖലയിലെ അഴിമതിയെ ന്യായീകരിക്കാനാകില്ലെന്ന് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി.കെ. കുഞ്ഞാലിക്കുട്ടി. നിലവിലെ വിവാദങ്ങൾ സഹകരണ മേഖലയെ മൊത്തത്തിൽ ബാധിക്കരുത്. കരുവന്നൂരിൽ നിക്ഷേപകർക്ക് പണം തിരികെ ലഭിക്കാൻ സർക്കാർ ഇടപെടണമെന്നും പി.കെ. കുഞ്ഞാലിക്കുട്ടി കണ്ണൂരിൽ പറഞ്ഞു. കേന്ദ്ര ഏജൻസികൾ സഹകരണ ബാങ്കുകളിൽ വ്യാപകമായ അന്വേഷണം നടത്തുന്നത് ആ മേഖലയെ തളർത്തുമെന്ന് മുസ്ലിം ലീഗ് നേതാവ് പി.കെ. കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. സഹകരണ മേഖലയിലെ പ്രതിസന്ധി സംബന്ധിച്ച് UDFിലെ സഹകാരികളുടെ യോഗം വിളിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കണ്ണൂരിൽ മാധ്യമങ്ങളോട് സംസാരിക്കവെയായിരുന്നു കുഞ്ഞാലിക്കുട്ടിയുടെ പരാമർശം. സർക്കാർ കൊടുക്കണം. സർക്കാർ സാധാരണക്കാരന് പണം നഷ്ടപ്പെടാൻ പാടില്ല. അതൊരു CPMന്റെ സൊസൈറ്റി ആയാലും കോൺഗ്രസിന്റെ സൊസൈറ്റി ആയാലും ലീഗിന്റെ സൊസൈറ്റി ആയാലും അതിന് ഒരു ഗ്യാരണ്ടി വേണം. ഡെപ്പോസിറ്റേഴ്സിന് ഒരിക്കലും പണം നഷ്ടപ്പെടാൻ പാടില്ല. കരുവന്നൂരിലെ അഴിമതി അതുപോലുള്ള അഴിമതികളാർക്കും ന്യായീകരിക്കാൻ കഴിയില്ല എന്നുള്ളതൊരു വസ്തുതയാണ്. അതേ അവസരത്തിൽ സഹകരണ മേഖല സംരക്ഷിക്കപ്പെടുകയും വേണം. അതാണ് ആ ലൈനിലാണ് UDF ചിന്തിക്കുന്നത്. കരുവന്നൂരിൽ നിക്ഷേപകർക്ക് പണം തിരിച്ചു നൽകുന്നതിനാവശ്യമായ നടപടി സർക്കാർ എടുക്കുന്നില്ല. നിക്ഷേപകർ കരഞ്ഞു നടക്കുകയാണ്. അഴിമതിയോട് സഹകരിക്കാനോ അതിനെ ന്യായീകരിക്കാനോ കഴിയില്ലെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. സഹകരണ മേഖലയ്ക്ക് വരുന്ന പ്രയാസങ്ങൾ സംബന്ധിച്ച് ആലോചിക്കാനാണ് 4-ാം തീയതി UDF യോഗം വിളിച്ചിരിക്കുന്നത്. കേന്ദ്ര ഏജൻസികൾ വ്യാപകമായി ഇങ്ങനെ അന്വേഷണം നടത്തുമ്പോൾ അത് സഹകരണ മേഖലയെ തളർത്തുന്ന നടപടിയായി മാറുമെന്നും കുഞ്ഞാലിക്കുട്ടി ആരോപിച്ചു. മുസ്ലിം ലീഗിന് 3ാമതൊരു ലോക്സഭാ സീറ്റ് ആവശ്യപ്പെടാനുള്ള എല്ലാ അർഹതയുണ്ടെന്നും കുഞ്ഞാലിക്കുട്ടി കൂട്ടിച്ചേർത്തു. കണ്ണൂർ പ്രസ് ക്ലബ് ഫിലിം സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ വിഖ്യാത സിനിമാ സംവിധായകൻ മൃണാൾ സെൻ അനുസ്മരണവും സിനിമാ പ്രദർശനവും സംഘടിപ്പിച്ചു. പ്രസ് ക്ലബ് ഹാളിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ ഫെഡറേഷൻ ഓഫ് ഫിലിം സൊസൈറ്റി ഓഫ് ഇന്ത്യ FFSI റീജിയണൽ കമ്മിറ്റി അംഗം C. മോഹനൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. ലോകത്താകെ അറിയപ്പെടുന്ന സിനിമാ പ്രതിഭ, ഒരു സാമൂഹ്യ പരിഷ്കർത്താവ് കൂടിയായിരുന്നു. ഒരു സിനിമാ പ്രവർത്തകൻ എന്നതിലുപരി ഒരു ഗ്രന്ഥകാരൻ എന്നറിയപ്പെടാനാണ് മൃണാൾ സെൻ ആഗ്രഹിച്ചത്. സാമൂഹിക രാഷ്ട്രീയ മാറ്റങ്ങളെ തന്റേതായ വീക്ഷണത്തിൽ അവതരിപ്പിക്കാൻ ധൈര്യപ്പെട്ട സംവിധായകനാണ്. ലോക സിനിമാ ചരിത്രത്തിൽ വിളക്കി ചേർക്കാവുന്ന സൃഷ്ടികളായിരുന്നു അദ്ദേഹത്തിന്റേതെന്നും C. മോഹനൻ പറഞ്ഞു. തുടർന്ന് ഏക് ദിൻ അച്ചാനക് സിനിമ പ്രദർശിപ്പിച്ചു. മലയാളം സബ് ടൈറ്റിലോടുകൂടിയാണ് പ്രദർശനം നടന്നത്. പ്രസ് ക്ലബ് സെക്രട്ടറി വിജേഷ് K. അധ്യക്ഷത വഹിച്ചു. ഫിലിം സൊസൈറ്റി ഭാരവാഹികളായി UP സന്തോഷ്, രഞ്ജിത്ത് എന്നിവർ സംസാരിച്ചു. തലശ്ശേരിയിൽ വൻ കുഴൽപ്പണവേട്ട. 1,75,00,000-ലധികം രൂപ പോലീസ് പിടികൂടി. മഹാരാഷ്ട്ര സ്വദേശിയായ സ്വപ്നിൽ ലക്ഷ്മണനെ അറസ്റ്റ് ചെയ്തു. തലശ്ശേരിയിലെ വീനസ് കോർണർ പരിസരത്ത് വെച്ച് സംശയാസ്പദമായ രീതിയിലായിരുന്നു ഇയാൾ സഞ്ചരിച്ച കാർ ഉണ്ടായിരുന്നത്. കാർ കസ്റ്റഡിയിലെടുത്ത് പോലീസ് പരിശോധനയിലാണ് പണം കണ്ടെത്തിയത്. വീനസ് കോർണർ പരിസരത്ത് വെച്ച് സംശയകരമായ സാഹചര്യത്തിൽ കാണപ്പെട്ട കാർ കസ്റ്റഡിയിലെടുത്ത് പരിശോധിച്ചപ്പോഴാണ് കുഴൽപ്പണം കണ്ടെത്തിയത്. പരിശോധനയിൽ പരസ്പര വിരുദ്ധമായി കാറിന്റെ ഡ്രൈവർ സംസാരിച്ചതിനെ തുടർന്ന് സംശയം തോന്നി കാർ കസ്റ്റഡിയിലെടുത്ത് വർക്ക്ഷോപ്പിലെത്തിച്ച് ടെക്നീഷ്യന്റെ സഹായത്തോടെ പരിശോധിച്ചതിൽ കാറിന്റെ പ്ലാറ്റ്ഫോമിൽ പ്രത്യേകം തയ്യാറാക്കിയ ഒരു രഹസ്യ അറയുള്ളതായി കാണപ്പെടുകയും അത് തുറന്നു നോക്കിയതിൽ രേഖകളില്ലാതെ സൂക്ഷിച്ച 500 രൂപയുടെയും 200 രൂപയുടെയും കെട്ടുകളാക്കി പണം സൂക്ഷിച്ച നിലയിലുമായിരുന്നു ഉണ്ടായിരുന്നത്. റെയ്ഡിൽ 1,75,77,500 രൂപയാണ് പിടിച്ചെടുത്തത്. പണത്തിന്റെ ഉറവിടത്തെ സംബന്ധിച്ചും മറ്റും പോലീസ് കൂടുതൽ അന്വേഷണം നടത്തിവരികയാണ്. കാർ ഓടിച്ചു വന്ന മഹാരാഷ്ട്ര സ്വദേശി സ്വപ്നിൽ ലക്ഷ്മണനെ പോലീസ് അറസ്റ്റ് ചെയ്തു. തലശ്ശേരി പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർമാരായ ദീപ്തി VV, മിഥുൻ SV, സജേഷ് P. ജോസ്, CPOമാരായ റിജിൽ, റിദിൻ, ഡ്രൈവർ CPO വിജേഷ് എന്നിവർ ചേർന്നാണ് വാഹനം പിടികൂടിയത്. കൂത്തുപറമ്പിൽ എക്സൈസിന്റെ മദ്യവേട്ട. ഓട്ടോ ടാക്സിയിൽ കടത്തുകയായിരുന്ന 30 കുപ്പി മാഹി മദ്യവും 2 ലിറ്റർ ബീവറേജസ് മദ്യവുമായി സെൻട്രൽ പൊയിലൂർ സ്വദേശി അറസ്റ്റ്.
കൂത്തുപറമ്പ് എക്സൈസ് റേഞ്ച് സംഘം നടത്തിയ പരിശോധനയിലാണ് ഓട്ടോയിൽ കടത്തുകയായിരുന്ന 30 കുപ്പി മാഹി മദ്യവും 2 ലിറ്റർ ബീവറേജ് മദ്യവുമായി സെൻട്രൽ പൊയിലൂർ രാകേഷിനെ കൂത്തുപറമ്പ് എക്സൈസ് ഇൻസ്പെക്ടർ കെ ഷാജി അറസ്റ്റ് ചെയ്ത് കേസെടുത്തത്. എക്സൈസ് കമ്മീഷണർ സ്ക്വാഡിന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന. തൂവക്കുന്ന് സെൻട്രൽ പൊയിലൂർ ഭാഗത്തെ മദ്യവിൽപ്പന സംഘത്തിലെ പ്രധാനിയായ ഇയാൾ എക്സൈസിന്റെ നിരീക്ഷണത്തിലായിരുന്നു. മദ്യം കടത്താൻ ഉപയോഗിച്ച ഓട്ടോ ടാക്സിയും കസ്റ്റഡിയിലെടുത്തു. പ്രിവന്റീവ് ഓഫീസർ ഷാജി PC, അജേഷ് P, സിവിൽ എക്സൈസ് ഓഫീസർമാരായ ഷാജി ആളോക്കൽ, ഹരികൃഷ്ണൻ, ജലീഷ് P, ബിജു K, അജേഷ് CV, ആദർശ്, അനിത, വനിതാ സിവിൽ എക്സൈസ് ഓഫീസർമാരായ പ്രസന്ന MK, ഷീബ KP, എക്സൈസ് ഡ്രൈവർ സുരാജ് M എന്നിവരാണ് എക്സൈസ് സംഘത്തിലുണ്ടായിരുന്നത്. പ്രതിയെ കൂത്തുപറമ്പ് JFCM കോടതിയിൽ ഹാജരാക്കി. മുമ്പ് കർണാടക മദ്യം കടത്തിയ കേസിലും ഇയാൾ പ്രതിയാണ്. ഇടവേളക്കുമ്പോൾ പ്രധാന വാർത്തകൾ വീണ്ടും. കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം മുഴുവൻ സഹകരണ ബാങ്കുകളെയും തളർത്തുമെന്ന് മുസ്ലിം ലീഗ് നേതാവ് PK കുഞ്ഞാലിക്കുട്ടി. പ്രതിസന്ധി സംബന്ധിച്ച് UDF സഹകാരികളുടെ യോഗം ചേരുമെന്നും കുഞ്ഞാലിക്കുട്ടി. പെട്രോൾ പമ്പ് സമരം പൂർണ്ണം. സമരത്തോടനുബന്ധിച്ച് കലക്ടറേറ്റ് ധർണയും മാർച്ചും നടന്നു. ആവശ്യങ്ങൾ അംഗീകരിക്കാത്ത പക്ഷം സമരം ശക്തമാക്കുമെന്ന് ദേവസ്യ മേച്ചേരി. ദേശീയപാത വികസനം നഷ്ടപരിഹാരം ഇനിയും നൽകിയില്ല. സമരപരിപാടികളുമായി മുന്നോട്ടു പോവാൻ വ്യാപാരി വ്യവസായി സമിതി തീരുമാനം. ജിമാർട്ടിൽ നിന്ന് പർച്ചേസ് ചെയ്യൂ. നറുക്കെടുപ്പിലൂടെ ജിമാർട്ട് ഗോൾഡ് കേല ഓഫർ ബമ്പർ സമ്മാനമായി ഒരു സ്റ്റുഡിയോ അപ്പാർട്ട്മെന്റ്, 1 കിലോ സ്വർണം, 5 മാരുതി ഇഗ്നിസ് കാറുകൾ നേടൂ. കൂടാതെ ഗൃഹോപകരണങ്ങൾക്ക് 70% വരെ ഡിസ്കൗണ്ട്. നന്ദില ജിമാർട്ട് കേരളത്തിൽ എല്ലായിടത്തും. കേരളത്തിലെ നമ്പർ 1 ഫാഷൻ ഡിസൈനിങ് ആൻഡ് കോസ്മെറ്റോളജി കോളേജ് GITDയിൽ SSLC +2 കഴിഞ്ഞവർക്ക് ഉടൻ ജോലി ലഭിക്കുന്ന കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. BSc in Fashion Designing, Professional Diploma in Fashion Designing, Advanced Diploma in Fashion Designing and Diploma in Fashion Designing. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പരിശീലനം, മിതമായ ഫീസ്. പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി, അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി ആൻഡ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പ്രീ പ്രൈമറി ടീച്ചർ ട്രെയിനിംഗ് കോഴ്സ്. എല്ലാ വർഷവും നടന്നുവരുന്ന ഡിസൈനേഴ്സ് ഷോ GITDയുടെ മാത്രം പ്രത്യേകതയാണ്. GITD എന്റെ അഭിമാനം, എന്റെ മേൽവിലാസം. മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി, MO റോഡ് തൃശൂർ. വാർത്തകൾ തുടരുന്നു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ജില്ലാ പെട്രോളിയം ഡീലേഴ്സിന്റെ നേതൃത്വത്തിൽ പമ്പുകൾ അടച്ചിട്ട് കളക്ടറേറ്റ് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ നിന്ന് ആരംഭിച്ച മാർച്ച് താലൂക്ക് കാൾടെക്സ് വഴി കളക്ടറേറ്റിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന ജനറൽ സെക്രട്ടറി ദേവസ്യ മേച്ചേരി ഉദ്ഘാടനം ചെയ്തു. കണ്ണൂർ ജില്ലയിലെ ഏതാണ്ട് എല്ലാ പെട്രോൾ പമ്പുകളും സ്വകാര്യ മേഖലയിൽ ഉള്ളതടക്കം നമ്മോട് സഹകരിച്ചുകൊണ്ട് ഈ ഒരു ഐക്യദാർഢ്യ സമരത്തിൽ പങ്കുചേർന്നിട്ടുണ്ട്. അവരെയൊക്കെ കണ്ണൂർ ജില്ലാ പെട്രോളിയം ഡീലേഴ്സ് അസോസിയേഷൻ അഭിനന്ദിക്കുകയാണ്. നമ്മുടെ ബഹുമാനപ്പെട്ട കലക്ടർ, SP അവർക്കൊക്കെ നമ്മുടെ ഈ ഒരു വിഷമാവസ്ഥ തരണം ചെയ്യാൻ ആവശ്യമായ നടപടികൾ ഉണ്ടാകണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കത്തുകൾ നൽകി
അതോടൊപ്പം സംസ്ഥാന സർക്കാരിലേക്കും മുഖ്യമന്ത്രിക്ക് അടക്കം നമ്മൾ നേരിട്ട് കത്തിലെ ജില്ലാ പ്രസിഡന്റ് ടി.വി. ജയദേവൻ അധ്യക്ഷത വഹിച്ചു. എം. അനിൽ മുഖ്യപ്രഭാഷണം നടത്തി. കെ.വി. രാമചന്ദ്രൻ, സുധൻ കെ.വി., സി. ഹരിദാസ്, ഇ.എം. ശശീന്ദ്രൻ, അബ്ദുൾ റഹ്മാൻ തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലാ അതിർത്തിയിൽപ്പെട്ട കർണാടക മാഹിയിൽ നിന്നും അനിയന്ത്രിതമായ രീതിയിലുള്ള ഇന്ധനക്കടത്ത് തടയുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കുക, സാധ്യതാ പഠനം നടത്തി മാത്രം പുതിയ പമ്പുകൾ അനുവദിക്കുക, പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യയൊട്ടുക്കും ഏകീകൃത വില നടപ്പിലാക്കുക, അപൂർവ ചന്ദ്ര കമ്മീഷൻ റിപ്പോർട്ട് പ്രകാരം കാലാകാലങ്ങളിൽ ഡീലർ കമ്മീഷൻ വർദ്ധിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പമ്പുകൾ അടച്ചിട്ട് പ്രതിഷേധിക്കുന്നത്. ജില്ലയിലെ പൊതുമേഖലയിലും സ്വകാര്യ മേഖലയിലുമുള്ള 200-ൽ പരം പെട്രോൾ പമ്പുകൾ ഇന്ന് രാവിലെ 6 മണി മുതൽ 24 മണിക്കൂർ സമയമാണ് അടച്ചിട്ട് പ്രതിഷേധിക്കുന്നത്. സൂചനാ സമരമാണ് ഇന്ന് നടത്തുന്നത് എന്നും പരിഹാരമായില്ലെങ്കിൽ അനിശ്ചിതകാല അടച്ചിടൽ നടത്തുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. മാലിന്യമുക്ത നവകേരളത്തിന്റെ ഭാഗമായി മുണ്ടേരി ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ ശുചിത്വ സന്ദേശ റാലി സംഘടിപ്പിച്ചു. മുണ്ടേരി പഞ്ചായത്ത് പ്രസിഡന്റ് അനിഷ മാലിന്യമുക്ത പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. പഞ്ചായത്ത് സെക്രട്ടറി കെ. പ്രകാശൻ, വൈസ് പ്രസിഡന്റ് എ. പങ്കജാക്ഷൻ തുടങ്ങിയവർ റാലിക്ക് നേതൃത്വം നൽകി. പഞ്ചായത്ത് അംഗങ്ങൾ, ജീവനക്കാർ, ഹരിതകർമ്മസേന അംഗങ്ങൾ, ആശാ വർക്കർമാർ, തൊഴിലുറപ്പ് തൊഴിലാളികൾ, കുടുംബശ്രീ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു. പഞ്ചായത്തിൽ നിന്നും ആരംഭിച്ച റാലി കുടുക്കിമുട്ട ടൗൺ ചുറ്റി പഞ്ചായത്തിൽ തന്നെ സമാപിച്ചു. ചിറക്കലിൽ മതിലിടിഞ്ഞു വീണ അപകടം. ചിറക്കൽ കുന്നുംകൈ കോളനിയിൽ സ്വകാര്യ വ്യക്തിയുടെ മതിലാണ് കനത്ത മഴയെ തുടർന്ന് അടുത്തുള്ള വീടിന് മുകളിലേക്ക് വീണത്. വീടിന് സാരമായ കേടുപാടുകൾ സംഭവിച്ചു. മുറ്റത്ത് നിർത്തിയിട്ടിരുന്ന ബൈക്ക് തകരുകയും ചെയ്തു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. ചെമ്പിലോട് പഞ്ചായത്തിലെ ചാല ടൗണിൽ നടത്തിയ വ്യാപക പരിശോധനയിൽ നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുത്തു. ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് നടത്തിയ പരിശോധനയിലാണ് 1.5 കിൻഡൽ വരുന്ന നിരോധിത ഉൽപ്പന്നങ്ങൾ പിടിച്ചത്. മാസ്റ്റർ സൂപ്പർ മാർക്കറ്റ് എന്ന സ്ഥാപനത്തിന് 10,000 രൂപ പിഴ ഈടാക്കി. പ്ലാസ്റ്റിക് ക്യാരി ബാഗുകൾ, പേപ്പർ കപ്പുകൾ, പേപ്പർ പ്ലേറ്റുകൾ, തെർമോകോൾ, പ്ലാസ്റ്റിക് സ്ട്രോ തുടങ്ങിയവയാണ് ചെമ്പിലോട് പഞ്ചായത്തുമായി ചേർന്ന് സ്ക്വാഡ് പിടിച്ചെടുത്തത്. നിരോധിത ഉൽപ്പന്നങ്ങൾ കണ്ടെടുത്ത ചാല ടൗണിലെ മാസ്റ്റർ സൂപ്പർ മാർക്കറ്റ് എന്ന സ്ഥാപനത്തിന് 10,000 രൂപ പിഴ ചുമത്തി തുടർ നടപടികൾ സ്വീകരിക്കാൻ സ്ക്വാഡ് പഞ്ചായത്തിന് നിർദ്ദേശം നൽകി. പരിശോധനയിൽ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് ലീഡർ ഇ.പി. സുധീഷിന്റെ നേതൃത്വത്തിലുള്ള എൻഫോഴ്സ്മെന്റ് ടീമിനൊപ്പം ചെമ്പിലോട് പഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ പ്രസീത പി.വി., ലാലു എൽ എന്നിവരും പങ്കെടുത്തു. ചാലാക്കുന്നിൽ വൈദ്യുതി സ്കൂട്ടറിൽ നിന്നും പുക ഉയർന്നത് യാത്രക്കാരെ പരിഭ്രാന്തരാക്കി. ഇന്നലെ സന്ധ്യയോടെയായിരുന്നു സംഭവം. കണ്ണൂരിൽ നിന്നും പാനൂരിലേക്ക് പോകുന്ന സ്കൂട്ടറിൽ നിന്നാണ് പുക ഉയർന്നത്. ഫയർഫോഴ്സ് എത്തി ബാറ്ററി അഴിച്ചുമാറ്റിയാണ് പുക ശമിപ്പിച്ചത്. വെള്ളിയാഴ്ച വൈകിട്ട് 6:30 സംഭവം. കണ്ണൂരിൽ നിന്നും പാനൂരിലേക്ക് പോകുന്ന സ്കൂട്ടറിൽ നിന്നാണ് അവിശ്വസനീയമായ രീതിയിൽ പുക ഉയർന്നത്. കണ്ണൂർ കലക്ടറേറ്റിലെ ജീവനക്കാരൻ സുരേഷ് ആയിരുന്നു സ്കൂട്ടർ ഓടിച്ചിരുന്നത്. ചാലക്കുന്നിൽ വെച്ച് വാഹനം ഓഫായി. സ്കൂട്ടർ നിർത്തി പരിശോധിക്കുന്നതിനിടയിൽ ബാറ്ററിയിൽ നിന്നും പുക ഉയർന്നു. ഇതോടെ ആളുകൾ പരിഭ്രാന്തരായി. നാട്ടുകാരുടെ സഹായത്തോടെ വെള്ളമൊഴിച്ചെങ്കിലും പുക കൂടുതൽ ഉയർന്നു. ഒടുവിൽ കണ്ണൂരിൽ നിന്നെത്തിയ ഫയർഫോഴ്സാണ് ബാറ്ററി അഴിച്ചുമാറ്റി വെള്ളമൊഴിച്ച് പുകയില്ലാതാക്കിയത്. കണ്ണൂർ കൃഷ്ണമേനോൻ സ്മാരക വനിതാ കോളേജിൽ SFI അക്രമം. കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിൽ ചെയർപേഴ്സൺ സീറ്റിൽ പരാജയപ്പെട്ടതിനെ തുടർന്നാണ് SFI പ്രവർത്തകർ അക്രമം അഴിച്ചുവിട്ടത്. ആഹ്ലാദ പ്രകടനത്തിനിടെ MSF, KSU പ്രവർത്തകരെ SFI നേതാക്കൾ കയ്യേറ്റം ചെയ്യുകയായിരുന്നു. അക്രമത്തിൽ പ്രതിഷേധിച്ച് വിദ്യാർത്ഥികൾ ദേശീയപാത ഉപരോധിക്കുകയും ടൗൺ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് സംഘടിപ്പിക്കുകയും ചെയ്തു. പോലീസ് നോക്കി നിൽക്കെയാണ് SFI നേതാക്കളായ ആൺകുട്ടികൾ പെൺകുട്ടികളെ ആക്രമിച്ചത്. തുടർന്ന് KSU, MSF പ്രവർത്തകർ ദേശീയപാത ഉപരോധിച്ചു. അക്രമികളെ പിടികൂടാത്ത പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് വിദ്യാർത്ഥിനികൾ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ചും നടത്തി. വീണ്ടും ഒരു ഇടവേളക്ക് മുമ്പായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം മുഴുവൻ സഹകരണ ബാങ്കുകളെയും തളർത്തുമെന്ന് മുസ്ലിം ലീഗ് നേതാവ് PK കുഞ്ഞാലിക്കുട്ടി. പ്രതിസന്ധി സംബന്ധിച്ച് UDF സഹകാരികളുടെ യോഗം ചേരുമെന്നും കുഞ്ഞാലിക്കുട്ടി. പെട്രോൾ പമ്പ് സമരം പൂർണ്ണം. സമരത്തോടനുബന്ധിച്ച് കലക്ടറേറ്റ് ധർണയും മാർച്ചും നടന്നു. ആവശ്യങ്ങൾ അംഗീകരിക്കാത്ത പക്ഷം സമരം ശക്തമാക്കുമെന്ന് ദേവസ്യ മേച്ചേരി. ദേശീയപാത വികസനം, നഷ്ടപരിഹാരം ഇനിയും നൽകിയില്ല. സമരപരിപാടികളുമായി മുന്നോട്ടു പോവാൻ വ്യാപാരി വ്യവസായി സമിതി തീരുമാനം.
ജിമാർട്ടിൽ നിന്ന് ഫ്ലാറ്റുകാർ പൊന്ന്, ഫ്ലാറ്റുകാർ പൊന്ന്. ഗോപുനന്ദിലെ ജിമാർട്ടിൽ നിന്ന് പർച്ചേസ് ചെയ്യൂ. നറുക്കെടുപ്പിലൂടെ ജിമാർട്ട് ഗോൾഡ് കേല ഓഫർ ബമ്പർ സമ്മാനമായി ഒരു സ്റ്റുഡിയോ അപ്പാർട്ട്മെന്റ്, 1 കിലോ സ്വർണം, 5 മാരുതി ഇഗ്നിസ് കാറുകൾ നേടൂ. കൂടാതെ ഗൃഹോപകരണങ്ങൾക്ക് 70% വരെ ഡിസ്കൗണ്ട്. നന്ദില ജിമാർട്ട് കേരളത്തിൽ എല്ലായിടത്തും. കേരളത്തിലെ നമ്പർ 1 ഫാഷൻ ഡിസൈനിങ് ആൻഡ് കോസ്മെറ്റോളജി കോളേജ് GITDയിൽ SSLC +2 കഴിഞ്ഞവർക്ക് ഉടൻ ജോലി ലഭിക്കുന്ന കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. BSc ഇൻ ഫാഷൻ ഡിസൈനിങ്, പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ്, അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ് ആൻഡ് ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ്. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പരിശീലനം, മിതമായ ഫീസ്. പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി, അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി ആൻഡ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പ്രീ പ്രൈമറി ടീച്ചർ ട്രെയിനിംഗ് കോഴ്സ്. എല്ലാ വർഷവും നടന്നുവരുന്ന ഡിസൈനർ ഷോ GITDയുടെ മാത്രം പ്രത്യേകതയാണ്. GITD എന്റെ അഭിമാനം, എന്റെ മേൽവിലാസം. Maharani Jewellers, Bank Road, Kannur, AVK Nair Road, Talasheri, MO Road, Thrissur. വാർത്തകൾ തുടരുന്നു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് വ്യാപാരികൾ ദേശീയപാത പ്രൊജക്ട് ഓഫീസിന് മുന്നിൽ കുത്തിയിരിപ്പ് സമരം സംഘടിപ്പിക്കുമെന്ന് വ്യാപാരി വ്യവസായ സമിതി ജില്ലാ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഒക്ടോബർ 3 ചൊവ്വാഴ്ച രാവിലെ 10 നടക്കുന്ന സമരം KV സുമേഷ് MLA ഉദ്ഘാടനം ചെയ്യും. മറ്റ് പ്രാദേശിക ഭരണകൂടവും മറ്റ് രാഷ്ട്രീയ പൊതുപ്രസ്ഥാനങ്ങളെല്ലാം മധ്യസ്ഥത എത്തിച്ചുകൊണ്ട് ഇതെല്ലാം ഇവർ ചെലവാക്കി പണമല്ലേ നമ്മൾ അവർക്ക് കൊടുക്കണം. അതിന് ആ തെളിവടക്കം നമ്മൾ കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ എന്തും തുച്ഛമായ പൈസ കൊടുക്കുന്നതിന് അതും സംഘടന ഇടപെട്ടുകൊണ്ട് പറ്റിയിട്ടുണ്ട്. ഈ പറയുന്ന എല്ലാ കേരള ഗവൺമെന്റ് പദ്ധതിയിലും ഇതാണ് പാക്കേജ്. നമ്മൾ ചെലവാക്കുന്നതും നമ്മൾ ഇത്ര കാലം അധ്വാനിച്ചുണ്ടാക്കിയതെല്ലാം ഒരു നിമിഷം കൊണ്ട് ഒഴിവാകും. എന്നാൽ കെട്ടിട ഉടമകൾക്കും ഭൂവുടമകൾക്കും എന്താ പറയുക അത്രമാത്രം വലിയ നമ്മുടെ സാധാരണഗതിയിൽ നിന്ന് മാറി നല്ല നിലയിലുള്ള പാക്കേജാണ് അവർ കൊടുക്കുന്നത്. ജില്ലയിലെ വ്യാപാരികളിൽ കുറേയധികം പേർക്ക് ഇനിയും നഷ്ടപരിഹാരം ലഭിച്ചിട്ടില്ല. അപേക്ഷ പാസ്സായവരോട് വകുപ്പ് ഓഫീസിൽ നിന്നും പറയുന്നത് ഫണ്ട് വന്നിട്ടില്ലെന്നുള്ള കാര്യമാണ്. പഞ്ചായത്ത് സെക്രട്ടറിയുടെ സാക്ഷ്യപത്രം ഹാജരാക്കണമെന്ന് നിർബന്ധം പിടിക്കുകയാണ്. ലൈസൻസ് നിർബന്ധമില്ലാത്തതിനാൽ സെക്രട്ടറിയുടെ സാക്ഷ്യപത്രം ഹാജരാക്കുവാൻ കഴിയുന്നില്ലെന്നും വ്യാപാരികൾ പറഞ്ഞു. ദേശീയപാത വികസനത്തിന്റെ പേരിൽ ഒഴിക്കപ്പെട്ടവരുടെ മുഴുവൻ അപേക്ഷയും പരിഗണിക്കുക, ആനുകൂല്യം കൊടുക്കുവാൻ ബാക്കി വന്നവരുടെ ആനുകൂല്യം ഉടൻ വിതരണം ചെയ്യുക, വികസനത്തിന്റെ പേരിൽ ഒഴിപ്പിക്കപ്പെട്ട വ്യാപാരികൾക്ക് ഗവൺമെന്റ് പ്രഖ്യാപിച്ച പാക്കേജ് ഉടൻ നടപ്പിലാക്കുക, ആനുകൂല്യങ്ങൾ കാലാനുസൃതമായ വർധനവ് വരുത്തുക, ആനുകൂല്യ നിബന്ധന ഉദാരമാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം നടത്തുന്നത്. വാർത്താ സമ്മേളനത്തിൽ PM സുഗുണൻ, KV ഉണ്ണികൃഷ്ണൻ, C മനോഹരൻ തുടങ്ങിയവർ പങ്കെടുത്തു. റോട്ടറി ക്ലബ്ബ് കാനന്നൂരും ആധുനിക നേത്ര ചികിത്സാ സൗകര്യങ്ങളുള്ള ലിറ്റിൽ ഫ്ലവർ ആശുപത്രി അങ്കമാലിയും ചേർന്ന് സംയുക്തമായി സൗജന്യ നേത്ര ചികിത്സാ ക്യാമ്പും തിമിര രോഗ നിർണയ ക്യാമ്പും സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഒക്ടോബർ 8 ഞായറാഴ്ച രാവിലെ 8:30 മുതൽ 12:30 വരെ പള്ളിക്കുന്ന് ശ്രീപുരം സ്കൂളിലാണ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. ഞങ്ങള് ഈ കൊല്ലം ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റി സർവീസ് പ്രോജക്റ്റാണ്. അതായത് സമൂഹത്തില് സാമ്പത്തികമായിട്ട് കുറച്ചൊക്കെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക്, ശസ്ത്രക്രിയ അങ്ങനെയുള്ള സംഗതികളെ മാറ്റിവെച്ച് പോകുന്നവർക്ക്, അതായത് കഴിഞ്ഞ 2 വർഷം ഈ കോവിഡിന്റെ ഒക്കെ ഓരോ പ്രാരാബ്ദം ഉണ്ടായിരുന്നതുകൊണ്ട് തത്സമയത്ത് ആശുപത്രി പോകാനൊക്കെ ബുദ്ധിമുട്ടുള്ളവർക്കായിട്ട് അങ്കമാലിയിലെ ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയുടെ സഹകരണത്തോടെ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ സൗത്ത് ഇന്ത്യയിലെ തന്നെ വളരെ പേരുകേട്ട ഒരു നേത്ര ചികിത്സാ കേന്ദ്രവും റിസർച്ച് സെന്ററുമാണ് അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റൽ. അതിലെ ഡോക്ടേഴ്സും പാരാമെഡിക്കൽ സ്റ്റാഫും എല്ലാം കൂടെ ഒക്ടോബർ 8 അതായത് അടുത്ത ഞായറാഴ്ച കണ്ണൂരിൽ ശ്രീപുരം സ്കൂളിൽ വെച്ചിട്ട്
ഒരു സൗജന്യ നേത്ര ചികിത്സാ ക്യാമ്പ്. ആ ക്യാമ്പിൽ നിന്ന് സെലക്ട് ചെയ്യുന്നവരെ, ശസ്ത്രക്രിയ ആവശ്യമുള്ളവരെ അതിന്റെ മുൻഗണനാ അടിസ്ഥാനത്തിൽ അങ്കമാലി ആശുപത്രിയിൽ അവർക്കുള്ള സൗജന്യ തിമിര ശസ്ത്രക്രിയ ആവശ്യമുള്ളവർക്ക് അങ്കമാലി ആശുപത്രിയിൽ വെച്ച് മറ്റൊരു ദിവസം സൗജന്യമായി ഓപ്പറേഷൻ നടത്തും. രോഗികൾക്കുള്ള ആശുപത്രിവാസവും സൗജന്യമായി നൽകുകയെന്ന് ഭാരവാഹികൾ അറിയിച്ചു. വാർത്താ സമ്മേളനത്തിൽ ജോർജ് തോമസ്, സുനിൽ കണ്ണൻ, ദീപേഷ് തുടങ്ങിയവർ പങ്കെടുത്തു. മലിനജലവും അടുക്കള മാലിന്യവും ഒഴുക്കിവിട്ട ഹോട്ടലിനെതിരെ നടപടി. KSRTC കോംപ്ലക്സിൽ ഇന്റർലോക്ക് ചെയ്ത മുറ്റത്തേക്ക് അടുക്കള മാലിന്യം ഒഴുക്കിവിട്ട ഭക്ഷണശാല ആരോഗ്യവകുപ്പ് അടപ്പിച്ചു. KSRTC കോംപ്ലക്സിൽ പ്രവർത്തിക്കുന്ന ഫുഡ് കോർണർ ആൻഡ് ഫാസ്റ്റ് ഫുഡ് എന്ന സ്ഥാപനമാണ് അടപ്പിച്ചത്. KSRTCയുടെ ഡിപ്പോയുടെ മുൻവശത്ത് പ്രവർത്തിക്കുന്ന ഹോട്ടലിൽ നിന്നാണ് മലിനജലവും അടുക്കള മാലിന്യവും നേരിട്ട് KSRTC സ്റ്റാൻഡിന്റെ ഇന്റർലോക്ക് ചെയ്ത മുറ്റത്തേക്ക് ഒഴുക്കിവിട്ടത്. ഇതേ തുടർന്ന് കണ്ണൂർ കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗം ഹോട്ടൽ അടച്ചുപൂട്ടിച്ചു. ഇന്നലെ ഉച്ചകഴിഞ്ഞ് 2:30 ഫുഡ് കോർണർ ആൻഡ് ഫാസ്റ്റ് ഫുഡ് എന്ന ഹോട്ടൽ കോർപ്പറേഷനിലെ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ സജില വളർപ്പാൻകണ്ടിയും CR സന്തോഷ് കുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ പരിശോധന നടത്തി പൂട്ടിച്ചത്. അടുക്കളയും പരിസര പ്രദേശവും മലിനജലം ഒഴുക്കിയതിനെ തുടർന്ന് ദുർഗന്ധം വമിക്കുന്ന നിലയിലുമായിരുന്നു. ഹോട്ടൽ അടച്ചുപൂട്ടിയതിനു പുറമെ മലിനജലം ഒഴുക്കിയതിനും ശുചിത്വരഹിതമായി ഭക്ഷണമുണ്ടാക്കി വിൽപ്പന നടത്തിയതിനും കേരള മുനിസിപ്പൽ ആക്ട് പ്രകാരം പിഴയും ഈടാക്കി. തുടർന്ന് ആരോഗ്യ വിഭാഗം ഹോട്ടലിൽ മുഴുവൻ പരിശോധന നടത്തി. BIN ബിസിനസ് നെറ്റ്വർക്ക് ഇന്റർനാഷണൽ ആഭിമുഖ്യത്തിൽ കണ്ണൂർ പോലീസ് മൈതാനിയിൽ ഗ്രാൻഡ് മലബാർ എക്സ്പോ 2023 എന്ന പേരിൽ ബിസിനസ് മേള സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. നവംബർ 24 മുതൽ 27 വരെയുള്ള തീയതികളിലാണ് പോലീസ് ഗ്രൗണ്ടിൽ വെച്ച് പൊതുജനങ്ങൾക്ക് വേണ്ടി ഈ ബിസിനസ് എക്സിബിഷൻ നടക്കുന്നത്. അത്ഭുതം എന്ന് പറയട്ടെ, വളരെ ഭംഗിയായിട്ട് ചെയ്തതിന്റെ ഭാഗമായിട്ട് ഒരു 450-500 കോടി രൂപയുടെ ബിസിനസ് ഈ 28 മാസം കൊണ്ട് ഈ 500 + 600 മെമ്പർമാർ ബിസിനസ് ചെയ്തിട്ടുള്ളതാണ്. ആ വഴിയിൽ ഒരുപാട് ജനങ്ങൾക്ക് ജോലി കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഗവൺമെന്റ് ടാക്സ് സമയത്ത് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. കച്ചവടക്കാർക്ക് ഒരുപാട് ബ്രാഞ്ചുകൾ തുടങ്ങാൻ സാധിച്ചിട്ടുണ്ട്. ഇതാണ് ഒറ്റ ചുരുക്കത്തിൽ DNA എന്നുള്ളത്. കണ്ണൂരിലെ പ്രമുഖ സ്ഥാപനങ്ങളുടെ 200ഓളം സ്റ്റാളുകൾ ഈ ബിസിനസ് മേളയിൽ പങ്കെടുക്കും. സെമിനാർ, ഓപ്പൺ പാനൽ ചർച്ച, സാംസ്കാരിക പരിപാടി എന്നിവയും സംഘടിപ്പിക്കും. എക്സ്പോയുടെ ലോഗോ പ്രകാശനം മേയർ TO മോഹനൻ നിർവഹിച്ചു. വാർത്താ സമ്മേളനത്തിൽ ഡോക്ടർ AM ഷരീഫ്, ഷിജു ചേമ്പാറ, നിർമ്മൽ നാരായണൻ, ഷംറീസ് ഉസ്മാൻ തുടങ്ങിയവർ പങ്കെടുത്തു. കേരള നദ്വത്തുൽ മുജാഹിദീൻ വിദ്യാർത്ഥി വിഭാഗമായ മുജാഹിദ് സ്റ്റുഡൻസ് മൂവ്മെന്റ് MSM ആർട്സ് ആൻഡ് സയൻസ് വിദ്യാർത്ഥികൾക്കായി നടത്തുന്ന സയൻസ് ജില്ലാ സമ്മേളനം ഒക്ടോബർ 2 വളപട്ടണം റിഫ്ത കൺവെൻഷൻ സെന്ററിൽ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ധാർമ്മികതയാണ് മാനവികതയുടെ ജീവൻ എന്ന പ്രമേയത്തിലാണ് സമ്മേളനം സംഘടിപ്പിക്കുന്നത്. ഒക്ടോബർ 2 രാവിലെ 9 മണിക്ക് ആരംഭിക്കുന്ന സമ്മേളനം കേരള നദ്വത്തുൽ മുജാഹിദീൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി M മുഹമ്മദ് മദനി ഉദ്ഘാടനം ചെയ്യും. ആർട്സ് ആൻഡ് സയൻസ് വിദ്യാർത്ഥി സമ്മേളനമായ സയൻസിന്റെ ഇത്തവണത്തെ സംസ്ഥാന പ്രോഗ്രാം അത് നമ്മുടെ കണ്ണൂർ ജില്ലയിൽ വെച്ചാണ് നടക്കുന്നത്. ആ സയൻസ് പ്രോഗ്രാമുമായി ബന്ധപ്പെട്ടാണ് ഇന്നിങ്ങനെ ഒരു പ്രസ് മീറ്റ് ഇവിടെ വിളിച്ചു ചേർത്തിട്ടുള്ളത്. ആ പ്രോഗ്രാമുകളാണ് സംഘടിപ്പിക്കാറുള്ളത്. പ്രൊഫഷണൽ വിദ്യാർത്ഥികൾക്കും അറബിക് സ്റ്റുഡൻസിനും അതുപോലെ ആർട്സ് ആൻഡ് സയൻസ് വിദ്യാർത്ഥികൾക്ക്, ഹയർ സെക്കൻഡറി തലങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് എന്നിങ്ങനെ വിവിധങ്ങളായ പ്രോഗ്രാമുകളാണ് മുജാഹിദ് വിദ്യാർത്ഥി സമ്മേളന സംഘടന ഇതുവരെ നടത്തി വന്നിട്ടുള്ളത്. ഒക്ടോബർ 2 രാവിലെ 9 മണിക്ക് ആരംഭിക്കുന്ന സമ്മേളനം കേരള നദ്വത്തുൽ മുജാഹിദീൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി M മുഹമ്മദ് മദനി ഉദ്ഘാടനം ചെയ്യും. MSM സംസ്ഥാന പ്രസിഡന്റ് അമീൻ അസ്ലഹ് അധ്യക്ഷത വഹിക്കും. വിദ്യാർത്ഥി സംവാദം, ക്വിസ് മത്സരങ്ങൾ, വൈജ്ഞാനിക സംഗമം എന്നിവ സമ്മേളനത്തിന്റെ ഭാഗമായി നടക്കും. വൈകിട്ട് നടക്കുന്ന സമാപന സമ്മേളനം KNM കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് PK ഇബ്രാഹിം ഹാജി ഉദ്ഘാടനം ചെയ്യും. സംഘാടക സമിതി ചെയർമാൻ ഡോക്ടർ മുഹമ്മദ് ഫറൂഖ് അധ്യക്ഷത വഹിക്കും. MSM സംസ്ഥാന ജനറൽ സെക്രട്ടറി സുഫി ഇമാൻ സമാപന ഭാഷണം നിർവഹിക്കും. വാർത്താ സമ്മേളനത്തിൽ MSM സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരായ മുഹമ്മദ് നിഷാൻ, ഡോക്ടർ റംസീൻ, ISM ജില്ലാ ട്രഷറർ റാഷിദ് മുണ്ടേരി, K നിസാമുദ്ദീൻ, മുനീർ മാസ്റ്റർ തുടങ്ങിയവർ പങ്കെടുത്തു. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അല്ലറയ്ക്കൽ മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി, MO റോഡ് തൃശൂർ. സ്വർണം ഗ്രാമിന് 5335 രൂപ, പവന് 42,680 രൂപ, വെള്ളി 78 രൂപ. അറിയിപ്പുകൾ.
ശിശുദിനാഘോഷം വിപുലമായ പരിപാടികൾ. ശിശുദിനാഘോഷം വിപുലമായ പരിപാടികളോടെ നടത്തുവാൻ അസിസ്റ്റന്റ് കലക്ടർ അനൂപ് ഗാർഗിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ശിശുക്ഷേമ സമിതി ഭാരവാഹികളുടെ യോഗം തീരുമാനിച്ചു. രചനാ മത്സരങ്ങൾ, പ്രസംഗ മത്സരം, നാടൻപാട്ട് മത്സരം, വർണ്ണശബളമായ ശിശുദിന റാലി എന്നിവയാണ് ജില്ലാ തലത്തിൽ സംഘടിപ്പിക്കുക. തിരഞ്ഞെടുക്കപ്പെടുന്ന കുട്ടികൾക്ക് ഇക്കുറി സംസ്ഥാനതല റാലിയിൽ പങ്കെടുക്കാനും അവസരമുണ്ടാകും. ഭരണഭാഷാ വാരാചരണത്തിന്റെ ഭാഗമായി ഭരണഭാഷാ ദിനമായ നവംബർ 1 മുതൽ 7 വരെ ജില്ലയിൽ വൈവിധ്യമാർന്ന പരിപാടികൾ സംഘടിപ്പിക്കും. ADM KK ദിവാകരന്റെ അധ്യക്ഷതയിൽ കളക്ടറേറ്റ് ഓഡിറ്റോറിയത്തിൽ ചേർന്ന ഔദ്യോഗിക ഭാഷാ ജില്ലാ ഏകോപന സമിതി യോഗത്തിലാണ് തീരുമാനം. ഓഫീസുകളിൽ ഭരണഭാഷാ പ്രതിജ്ഞ ചൊല്ലാനും വൈവിധ്യമാർന്ന മത്സരങ്ങൾ സംഘടിപ്പിക്കുവാനും ഔദ്യോഗിക ഭാഷാ വിഭാഗം ഡെപ്യൂട്ടി സെക്രട്ടറി V കൃഷ്ണകുമാർ നിർദ്ദേശിച്ചു. മാലിന്യമുക്ത നവകേരളം. ഒക്ടോബർ 1 മുതൽ ജനുവരി 31 വരെ ശുചീകരണ പരിപാടികൾ. മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിന്റെ ഭാഗമായി ഒക്ടോബർ 1 മുതൽ ജനുവരി 31 വരെ ജില്ലയിൽ വിവിധ ശുചീകരണ പരിപാടികൾ സംഘടിപ്പിക്കും. ജില്ലയിലെ തീവ്ര ശുചീകരണ പ്രവർത്തനങ്ങളുടെ മാർഗരേഖ വിശദീകരിക്കുന്നതിന് ജില്ലാ കളക്ടർ S ചന്ദ്രശേഖരന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഓൺലൈൻ യോഗത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. ഒക്ടോബർ 1 തദ്ദേശ സ്ഥാപനങ്ങളിൽ ഒരൊറ്റ ദിവസം ഒരൊറ്റ മണിക്കൂർ പരിപാടി ജില്ലയിൽ 2000-ഓളം കേന്ദ്രങ്ങളിൽ സംഘടിപ്പിക്കും. ഒക്ടോബർ 2 മുതൽ 10 വരെ വിദ്യാലയങ്ങളിലും സർക്കാർ സ്ഥാപനങ്ങളിലും ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തും. ഹരിതകർമ്മസേനകളുടെ യൂസർ ഫീ ശേഖരണം 80% മുകളിലേക്ക് ഉയർത്താനുള്ള പ്രവർത്തനങ്ങൾ നടപ്പിലാക്കും. 100-ലധികം പേർ പങ്കെടുക്കുന്ന പൊതു പരിപാടികളിൽ ഹരിത പെരുമാറ്റച്ചട്ടം കർശനമാക്കാനും യോഗം നിർദ്ദേശിച്ചു. കായികക്ഷമതാ പരീക്ഷ മാറ്റി. ജയിൽ വകുപ്പിൽ വനിതാ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ തസ്തികയുടെ തെരഞ്ഞെടുപ്പിനായി സെപ്റ്റംബർ 30 മാങ്ങാട്ടുപറമ്പ് സർദാർ വല്ലഭായ് പട്ടേൽ സ്പോർട്സ് കോംപ്ലക്സ് ഗ്രൗണ്ടിൽ നടത്താൻ നിശ്ചയിച്ചിരുന്ന കായികക്ഷമതാ പരീക്ഷ മാറ്റിയതായി ജില്ലാ PSC ഓഫീസർ അറിയിച്ചു. പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കും. ചെറുകിട സംരംഭങ്ങൾക്ക് സബ്സിഡി വായ്പ. PMSVA നിധി പദ്ധതിയിൽ തളിപ്പറമ്പ് നഗരസഭാ പരിധിയിൽ സംരംഭക വൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്ന ചെറുകിട സംരംഭകർ, കുടുംബശ്രീ, അയൽക്കൂട്ട സംരംഭകർ എന്നിവർക്ക് ആദ്യഘട്ട ധനസഹായമായി 10,000 രൂപ വായ്പ നൽകുന്നു. ഓഫ്-ടി തസ്തികയിൽ നിയമനത്തിന് അപേക്ഷ ക്ഷണിച്ചു. ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എന്നിവയിൽ ഏതെങ്കിലുമുള്ള എഞ്ചിനീയറിംഗ് ബിരുദമാണ് യോഗ്യത. താൽപ്പര്യമുള്ളവർ ഒക്ടോബർ 4 രാവിലെ 10 മണിക്ക് സ്കൂളിൽ നടക്കുന്ന കൂടിക്കാഴ്ചയിൽ സർട്ടിഫിക്കറ്റുകളുടെ അസലും പകർപ്പും സഹിതം ഹാജരാവണം. ജെൻഡർ സ്പെഷ്യലിസ്റ്റ് അപേക്ഷ ക്ഷണിച്ചു. വനിതാ ശിശു വികസന വകുപ്പിന് കീഴിൽ ജില്ലയിൽ ഡിസ്ട്രിക്ട് ഹബ് ഫോർ എംപവർമെന്റ് ഓഫ് വുമണിലേക്ക് ജെൻഡർ സ്പെഷ്യലിസ്റ്റ് തസ്തികയിൽ കരാർ നിയമനം നടത്തുന്നു. യോഗ്യത സോഷ്യൽ വർക്കിലുള്ള ബിരുദം, മറ്റ് സോഷ്യൽ ഡിസിപ്ലിൻസിനുള്ള ബിരുദം, ബിരുദാനന്തര ബിരുദമുള്ളവർക്കും മുൻഗണന. കാലാവസ്ഥ. സംസ്ഥാനത്ത് ഇന്നും വ്യാപക മഴ തുടരും. 10 ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആലപ്പുഴയിലും എറണാകുളം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിലുമാണ് യെല്ലോ അലേർട്ട് പുറപ്പെടുവിച്ചിരിക്കുന്നത്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കും തുടരുന്നുണ്ട്. സംസ്ഥാനത്ത് ഒക്ടോബർ 1 വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പിൽ നൽകുന്നു. അറബിക്കടലിനും ബംഗാൾ ഉൾക്കടലിനും നിലനിൽക്കുന്ന ന്യൂനമർദ്ദങ്ങളുടെ സ്വാധീന ഫലമായാണ് മഴ തുടരുന്നത്. അടുത്ത മണിക്കൂറുകളിൽ ഈ ന്യൂനമർദ്ദങ്ങൾ കൂടുതൽ ശക്തി പ്രാപിക്കും. കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ തിരുവനന്തപുരം ജില്ലയിൽ ക്വാറിംഗ് മൈനിംഗ് പ്രവൃത്തികളും മലയോര, കടലോര, കായലോര മേഖലകളിലേക്കുള്ള അവശ്യ സർവീസുകൾ ഒഴികെയുള്ള ഗതാഗതവും വിനോദസഞ്ചാരവും നിരോധിച്ചിട്ടുണ്ട്. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം മുഴുവൻ സഹകരണ ബാങ്കുകളെയും തളർത്തുമെന്ന് മുസ്ലിം ലീഗ് നേതാവ് PK കുഞ്ഞാലിക്കുട്ടി. പ്രതിസന്ധി സംബന്ധിച്ച് UDF സഹകാരികളുടെ യോഗം ചേരുമെന്നും കുഞ്ഞാലിക്കുട്ടി. പെട്രോൾ പമ്പ് സമരം പൂർണ്ണം. സമരത്തോടനുബന്ധിച്ച് കലക്ടറേറ്റ് ധർണയും മാർച്ചും നടന്നു. ആവശ്യങ്ങൾ അംഗീകരിക്കാത്ത പക്ഷം സമരം ശക്തമാക്കുമെന്ന് ദേവസ്യാം യേച്ചേരി. ദേശീയപാത വികസനം, നഷ്ടപരിഹാരം ഇനിയും നൽകിയില്ല. സമരപരിപാടികളുമായി മുന്നോട്ടു പോവാൻ വ്യാപാരി വ്യവസായി സമിതി തീരുമാനം. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.